السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കേണ്ടതും അനുസരിക്കേണ്ടതും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് അവന് യഥാർത്ഥ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ ലാ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ലാ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല. കിതാബ് അല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥവും വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ റസൂലിൻ്റെ ചര്യവുമാണത്. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ നാം മുറുകെ പിടിക്കണം, എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അഥവാ സ്വഹാബികൾ പ്രവാചകനെ അനുസരിക്കുന്നവരായിരുന്നു. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതായി അവർ കണ്ടാൽ അതിൻ്റെ കാരണം അന്വേഷിക്കാതെ തന്നെ അദ്ദേഹത്തെ പിന്തുടരുമായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജുമാ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വന്നു. പള്ളിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുകയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാതിലിനരികിലെത്തിയപ്പോൾ പ്രവാചകന്റെ പ്രസംഗത്തിനിടയിൽ നിങ്ങൾ ഇരിക്കുവിൻ എന്ന് പറയുന്നതായി കേട്ടു. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാതിലിനരികിലിരുന്നു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓ അബ്ദുല്ലാ, മുന്നോട്ട് വന്നിരിക്കൂ. സഹോദരങ്ങളെ, നമുക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട്. തുടർന്ന് സൂറത്തുൽ ഹശറിലെ 7-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, വമാ ആതാകുമുർ റസൂല ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. വമാ ആതാകുമുർ റസൂല ഫഖുദൂ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യത്തിൽ നിന്ന് വിലക്കിയോ അതിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം എഴുന്നേൽക്കുന്നത് മുതൽ കിടപ്പറയിൽ പ്രവേശിക്കുന്നത് വരെയുള്ള എല്ലാ മേഖലകളിലും ഇസ്ലാം മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കിടപ്പറയിൽ പ്രവേശിക്കുമ്പോഴും തുടങ്ങിയ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകൾ പഠിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.